Hi students, welcome to LMthing. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിലെ പേജ് 56-ലെ മൂന്നാമത്തെ ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. മൂന്നാമത്തെ ചോദ്യം വായിക്കാം. Prove that any parallelogram which is not rectangle is not cyclic. അതായത് ചതുരങ്ങളല്ലാത്ത സാമാന്തരികങ്ങളൊന്നും ചക്രീയമല്ല. ചക്രിയ ചതുർഭുജം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ചക്രിയ ചതുർഭുജം എന്ന് പറഞ്ഞാൽ ഈ ചതുർഭുജത്തിന്റെ 4 ബിന്ദുക്കളിൽ കൂടി കടന്നു പോകുന്ന ഒരു വൃത്തം ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്താ പറയാം, ചക്രിയ ചതുർഭുജം എന്ന് പറയാം. അപ്പൊ കൂടാതെ സം ഓഫ് ദ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. ചക്രിയ ചതുർഭുജത്തിന്റെ എതിർശീർഷ കോണുകൾ അനുപൂരകങ്ങളാണ്. അപ്പം ഇത് ചതുരമാകുമ്പോഴാണ് എന്താണ്, ഓരോ ആംഗിളും എത്രയായിരിക്കും, 90 വീതമായിരിക്കും അല്ലെ. അപ്പൊ ഓപ്പോസിറ്റ് ആംഗിൾസ് 90 180, 90 + 90 180. പക്ഷേ ഇവിടെയും നമുക്ക് ഓപ്പോസിറ്റ് ആംഗിൾസ് 90 വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്താണ്, ഇപ്പം 60 120 ആയാലും എന്താണ് 180 കിട്ടും. അപ്പം ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെന്ററി ആകുന്നുണ്ട്. പക്ഷേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, ഇത് ചതുരമാണെങ്കിൽ ഇത് സൈക്ലിക് ആവുകയുള്ളൂ, ചതുരമല്ലാത്തതുകൊണ്ട് ഇത് സൈക്ലിക് ആകുകയില്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് സാമാന്തര്യത്തിന് തുടങ്ങാം. ഇൻ പാരലലോഗ്രാം ABCD ആംഗിൾ A ഈക്വൽസ് ആംഗിൾ C. എന്താണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. പിന്നെ if it is cyclic, നമ്മൾ ആദ്യം അസ്യൂം ചെയ്യാതെ സൈക്ലിക് ആണ്. സൈക്ലിക് ആണെങ്കിൽ A + C എത്രയായിരിക്കും, ആംഗിൾ A + ആംഗിൾ C is equal to എത്ര, 180 ഡിഗ്രി. സൈക്ലിക് ആണെങ്കിൽ ആംഗിൾ A + ആംഗിൾ C is equal to 180 ഡിഗ്രി ആയിരിക്കും. പക്ഷെ ഇവിടെ നോക്കിക്കേ, എയും സിയും ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. ഈക്വൽ ആണ്, രണ്ടും കൂടി കൂട്ടുമ്പോൾ 180 കിട്ടണമെങ്കിൽ ഓരോന്നും എത്ര വീതം ആയിരിക്കണം, ഇത് 90 ആയിരിക്കണം, ഇതും 90 ആയിരിക്കണം. ഈക്വൽ ആയ സ്ഥിതിക്ക് രണ്ടും 90 ആണെങ്കിൽ എന്താണ്, 90 + 90 180 കിട്ടുകയുള്ളൂ. അപ്പം 90 ആകും, എയും 90, അപ്പം A 90 ആണെങ്കിൽ നമ്മുടെ പണം ഇങ്ങനെ വരും അല്ലേ. C 90 ആണെങ്കിൽ ഇങ്ങനെ നേരെ വരണം, 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിട്ട് വരണം അല്ലേ, ഇങ്ങനെ വരണം. ഈ ഇറ്റ് ഈസ് നമ്മുടെ അസംഷൻ ആണ് അല്ലേ. എന്താണ്, ഈ ഇറ്റ് ഈസ് സൈക്ലിക് A + C is equal to 180 ഡിഗ്രി. അപ്പൊ നമുക്ക് എന്താണ് കിട്ടിയത് എന്താണ്, A 90 എന്നും C 90 എന്നുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ പറയാം, ഇറ്റ് ഹാസ് ടു ബി എ റെക്ടാങ്കിൾ ആയേ പറ്റൂ. ഇവിടെ നമുക്ക് കിട്ടിയത് എയും 90 സിയും 90. അപ്പൊ നമ്മൾ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ എയും 90 സിയും 90 ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് രണ്ടും എന്ത് തന്നെ ആയിരിക്കും, 90 വീതം ആയിരിക്കും. സോ നമുക്ക് എന്താണ്, വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് സോ ABCD ഹാസ് ടു ബി എ റെക്ടാങ്കിൾ ആയേ പറ്റും അല്ലേ. ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ. സോ എനി പാരലോഗ്രാം വിച്ച് ഈസ് നോട്ട് റെക്ടാങ്കിൾ ഈസ് നോട്ട് സൈക്ലിക്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 5ാമത്തെ ചോദ്യം, പ്രൂവ് ദാറ്റ് എ നോൺ ഐസോസെലസ് ട്രപ്പീസിയം ഈസ് നോട്ട് സൈക്ലിക്. സമപാർശ്വ ലംബകം അല്ലാത്ത ഒന്നും സൈക്ലിക് അല്ല. സമപാർശ്വ ലംബകമാണെങ്കിൽ സൈക്ലിക് ആണ്. ഞാൻ ഒരു ചിത്രം വരച്ചിട്ടിട്ടുണ്ട്. ഇവിടെ നോൺ ഐസോസെലസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. ഇത് രണ്ടും 1 പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്, പാരലൽ ആൻഡ് 1 പെയർ ഈക്വൽ. അപ്പൊ ഈക്വൽ ആകുമ്പോൾ ആംഗിൾ എ ആംഗിൾ ബി എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലേ. ഇപ്പൊ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് നോൺ ഐസോസെലസ് ട്രപ്പീസിയം. ഇൻ നോൺ ഐസോസെലസ് ട്രപ്പീസിയം
ABCD ABCD എന്നല്ല നമ്മളെ പേര് കൊടുത്തിരിക്കുന്നത്. ABCDയില് എന്താണ് AD നോട്ട് ഈക്വൽ ടു BC. ഈ രണ്ട് വശങ്ങളും ഐസോസെലസ് ആണെങ്കിൽ ഈക്വൽ ആണ്, ഐസോസെലസ് അല്ലെങ്കിൽ ഈക്വൽ അല്ല. ഐസോസെലസ് ആകുമ്പോൾ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്, നോൺ ഐസോസെലസ് ആകുമ്പോൾ രണ്ട് ആംഗിളും ഈക്വൽ അല്ല. അതുകൊണ്ട് നമുക്ക് എന്താ അപ്പോ ആംഗിൾ A നോട്ട് ഈക്വൽ ടു ആംഗിൾ B. പക്ഷെ if it is cyclic ആകണമെങ്കിൽ നമുക്ക് എന്താ എഴുതാം? ആംഗിൾ A പ്ലസ് ആംഗിൾ C is equal to 180 ഡിഗ്രി. സൈക്ലിക് ആകണമെങ്കിൽ A പ്ലസ് C 180 ഡിഗ്രി ആയി. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇത് രണ്ടും പാരലൽ സൈഡ്സ് അല്ലേ, അപ്പം ഇത് ട്രാൻസ്വേഴ്സൽ കണ്ടേ, ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുമ്പം ഇതെന്താണ്? കോഇന്റീരിയർ ആംഗിൾസ് സപ്ലിമെന്ററി. ഇതാണ്ടേ ഡിയും എയും കോഇന്റീരിയർ ആംഗിൾസ് ആണ്. കോഇന്റീരിയർ ആംഗിൾ സപ്ലിമെന്ററി. ഈ ആംഗിളും കോഇന്റീരിയർ ആംഗിൾസ്. രണ്ട് പാരലലിന്റെ അകത്ത് വരുന്ന മുകളിലും താഴെയുള്ള ഈ ആംഗിളിന് പറയുന്നതാണ് കോഇന്റീരിയർ ആംഗിൾസ്. എന്താണ്? ആന്തരകോണുകളാന്ന് തോന്നുന്നു മലയാളത്തില്. ആംഗിൾ A പ്ലസ് C ആംഗിൾ C is equal to 180 സൈക്ലിക് ആണെങ്കിൽ. ബട്ട് എന്താണ്? ആംഗിൾ A പ്ലസ് D is equal to 180. Why? AB parallel CD. Since AB parallel CD, angle A plus angle D is equal to 180 degree. ഇവിടെ നോക്കിക്കേ, A plus C is equal to 180, A plus D is equal to 180. പക്ഷെ നമുക്ക് ഇവിടെ വേണ്ട എന്താണ്? എക്ക് വരും നമ്മൾ B കൊടുത്താലോ? B plus D is equal to 180. അത് സാധ്യമാണോ? ഇല്ല. A is not equal to B. Instead of angle A, if we give angle B, we get the one. We get angle B plus angle D is equal to 180 from equation 2. Is it possible? അത് സാധ്യമാണോ? അത് സാധ്യമല്ല. കാര്യം എന്താണ്? എയും ബിയും ഈക്വൽ അല്ല. ഈക്വൽ ആണെങ്കിൽ ഒരേ ആംഗിൾ ആയിരിക്കും. ഇപ്പൊ ഇവിടെ 50 60 ഈക്വൽ ആണോ? അല്ല. 70 80 ഈക്വൽ ആണോ? അതുപോലെ ബിയുടെ കോണും എയുടെ കോണും വ്യത്യാസമാണ്. ഡിക്ക് മാറ്റമില്ല. ഇവിടെ ഡിക്ക് മാറ്റമില്ല. എയും ബിയും വ്യത്യാസമാണ്, ഡിക്ക് മാറ്റമില്ല. അപ്പൊ എ ബിയും ഈക്വൽ അല്ലാത്തിടത്തോളം കാലം എന്താണ്? ബി പ്ലസ് ഡി നോട്ട് ഈക്വൽ ടു ബട്ട് ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി നോട്ട് ഈക്വൽ ടു 180. എന്തുകൊണ്ടാ ബി പ്ലസ് ഡി 180 ആവത്തില്ല നമ്മൾ പറയുന്നത്? എന്തുകൊണ്ടാ? A is not equal to B. Since angle A not equal to angle B. നമുക്ക് എന്താ പറയാം? Hence proved. നമ്മുടെ പ്രൂഫ് ഒക്കെ കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് എന്താ പറയാ? നോൺ ഐസോസെലസ് ട്രപ്പീസിയം ഈസ് നോട്ട് സൈക്ലിക്. ഇതാണ് hence non isosceles trapezium is not cyclic. അങ്ങനെ നിങ്ങൾ എഴുതിയാൽ മതി. ഇപ്പൊ എഴുതിയിട്ട് കാണുന്നില്ല അല്ലെ? നിങ്ങളങ്ങ് എഴുതിയാൽ മതി. എന്താണ്? ഞാനിവിടെ ഹെൻസ് പ്രൂവ്ഡ് എന്നേ എഴുതുന്നുള്ളൂ. ഹെൻസ് പ്രൂവ്ഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാം ഹെൻസ് നോൺ ഐസോസെലസ് ട്രപ്പീസിയം ഈസ് നോട്ട് സൈക്ലിക്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം വലുതായതുകൊണ്ട് ചോദ്യം എഴുതുന്നില്ല. ചോദ്യം വായിക്കാം. ദ ഫസ്റ്റ് പിക്ചർ ബിലോ ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഈസ് ഡ്രോൺ. ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് വിത്ത് വെർട്ടിസസ് ഓൺ എ സർക്കിൾ ആൻഡ് 2 ഓഫ് ഇറ്റ്സ് വെർട്ടിസസ്. കണ്ടേ? ഈ ഇത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, പിന്നെ ഇത് രണ്ടും കൂടെ വേറൊരു
പോയിന്റുമായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത്. Two of its vertices to a point on the circle. In the second picture, a square is drawn. ഇത് സ്ക്വയർ ആണ്. With the vertices on a circle and two of its vertices joined a point on the circle. In each picture, calculate the angle marked. അപ്പൊ മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിള് കാണാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഇതിന് പേരൊക്കെ കൊടുക്കാം. എ ബി സി, ഇതിന് ഡി എന്ന് കൊടുക്കാം. അതുപോലെ ഈ പടത്തിൽ നമുക്ക് പേര് കൊടുക്കാം. എ ബി സി ഡി, ഈ പോയിന്റിന് ഇ എന്ന് പേര് കൊടുക്കാം. അപ്പൊ എ ബി സി ഈക്വലാറ്റർ ട്രയാങ്കിൾ ആകുമ്പോൾ ഓരോ ആംഗിളും എത്ര വീതമായിരിക്കും? 60 വീതമായിരിക്കും അല്ലേ? 60 ആയിരിക്കത്തില്ലേ? 60. Since triangle ABC is equilateral, angle A equals angle B equals angle C equals 60 degree. അപ്പൊ ഇതെല്ലാം 60 വീതമായിരിക്കും. അപ്പൊ നോക്കിക്കേ, എ ഡി ബി സി ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലായിട്ട് വരുന്നില്ല. നോക്കിക്കേ, 4 പോയിന്റും വൃത്തത്തിലാണ് അല്ലെ? അപ്പൊ ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. അപ്പൊ നമ്മൾ പഠിച്ച അനുസരിച്ച് എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണ് അല്ലെ? 4 points lie on a circle. It is a cyclic quadrilateral. It is sum of opposite angles supplementary. അപ്പം D plus C 180 degree ആയിരിക്കും. Since ADB is a cyclic quadrilateral, എന്താണ്? ആംഗിൾ ഡി പ്ലസ് ആംഗിൾ സി ഈക്വൽസ് 180 ഡിഗ്രി. ഇത് നമുക്ക് സി 60 ആണ് അല്ലെ? ദാറ്റ് ഈസ് ആംഗിൾ ഡി പ്ലസ് 60 സമം 180 ഈക്വൽസ് 180. Therefore, angle D equals 180 minus 60, 120 degree. അപ്പൊ ഡി നമുക്ക് 120 എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ നോക്കിക്കേ. രണ്ടാമത്തെ ചിത്രത്തില് എ ബി സി ഡി സ്ക്വയർ ആണ്. ഓരോ ആംഗിളും എത്രയായിരിക്കും? 90 ഡിഗ്രി ഇതായിരിക്കും. എ ബി സി ഡി ഇസ് എ സ്ക്വയർ, അത് തന്നിട്ടുണ്ട്. ഇസ് എ സ്ക്വയർ. ഇതിന്റെ രണ്ട് മൂലകളും ഇങ്ങോട്ട് ഒരു പോയിന്റിൽ യോജിപ്പിച്ചിരിക്കുന്നു. ആദ്യത്തെ പടത്തിൽ അതുപോലെ തന്നെയാണ്. അപ്പൊ ആംഗിൾ എ ഈക്വൽസ് ആംഗിൾ ബി ഈക്വൽസ് ആംഗിൾ സി ഈക്വൽസ് ആംഗിൾ ഡി ഈക്വൽസ് 90. ഓരോന്നും 90 വീതം ആയിരിക്കും. നമുക്ക് ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്, എ ഇ ബി. അതിന് ഞാനിവിടെ ജോയിൻ ചെയ്യുന്നു. ജോയിൻ ബി ഡി. അപ്പൊ ഈ ആംഗിൾ എത്ര എഴുതും? 90ന്റെ പകുതി ആയിരിക്കും. ആംഗിൾ എ ഡി ബി ഈക്വൽസ് ബൈസെക്ടർ ആയിട്ട് വരും. ഹാഫ് ഓഫ് 90 ഈക്വൽസ് 45 ഡിഗ്രി. അപ്പൊ ഇത് 45, ഇതും 45. അപ്പൊ നോക്കിക്കേ, എ ഡി ബി ഇതൊരു ചക്രീയ ചതുർഭുജ അല്ലേ? നോക്കിക്കേ, 4 പോയിന്റും വൃത്തത്തിലാണ് അല്ലെ? എ ഡി ബി ഇ. അപ്പോ എ ഡി ബി is a cyclic quadrilateral. അപ്പം ഇവിടെ എത്ര? ഈ ആംഗിൾ കൂടെ 180 അല്ലേ? സിൻസ് ആംഗിൾ എ ഡി ബി പ്ലസ് ആംഗിൾ എ ഇ ബി equals 180 degree. ADB is 45. 45 plus angle AEB equals 180. Therefore, AEB equals 180 minus 45. എത്ര കിട്ടും?
135 അല്ലെ, 135 ഡിഗ്രി എന്ന് കിട്ടും. ആവശ്യപ്പെട്ട ആംഗിൾ എല്ലാം നമ്മള് കണ്ടുപിടിച്ച് ഇപ്പൊ 3 ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഈ 3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ബാക്കിയുള്ള 2 ചോദ്യങ്ങളോ 2 or 3 ഉണ്ട് ചോദ്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. ഓക്കെ.